രാജസ്ഥാനിൽ കൊറോണയിൽ പൂർണ്ണമായിട്ടും വിട്ടുമാറിയില്ലെങ്കിലും കൊറോണ ഒരു ഓൾമോസ്റ്റ് ഇല്ലാത്ത ഒരു കണ്ടീഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഒരു മേ ബി രാജസ്ഥാനിൽ 10-9 കേസസ് മാത്രമേ കണ്ടെത്തിയിട്ടുള്ളൂ. പൊതുവെ എല്ലാവരും കൊറോണയിൽ നിന്നും ഒരു വിടുതൽ പ്രാപിച്ചതുപോലെ ഒരു സിറ്റുവേഷനിലാണ്. കുറേയൊക്കെ ഇവിടെ ഓപ്പൺ ആയി. ജയ്പൂരിലൊക്കെ ആണ് ആളുകൾ കുറച്ചും കൂടി കോഷ്യസ് ആയിട്ട് മാസ്ക് ഒക്കെ യൂസ് ചെയ്യുന്നത്. മറ്റ് ഗ്രാമങ്ങളിലൊന്നും ആരും മാസ്കും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ എല്ലാം മീറ്റിങ്ങൊക്കെ ഫിസിക്കൽ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു ഗ്രാമങ്ങളിലൊക്കെ. പക്ഷെ സിറ്റിയിൽ ഇതുവരെയും ഞങ്ങളുടെ ചർച്ച് ഞങ്ങൾക്ക് ഫിസിക്കലായി മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഓൺലൈനിലാണ്. അപ്പോൾ തന്നെ ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും ഉപവാസ പ്രാർത്ഥനയിലും ഡെലിവറൻസ് മീറ്റിംഗ് ആയിട്ട് കുറേ പേര് പുതിയ ആത്മാക്കൾ വരും. എല്ലാ വെള്ളിയാഴ്ചയും പുതിയ ആത്മാക്കൾ ഓരോരുത്തരെ ദൈവാത്മാ കൊണ്ടുവരും. ഞങ്ങളുടെ വിശ്വാസികളെല്ലാം വളരെ ആക്റ്റീവായിട്ട് ഇവാഞ്ചലിസം ചെയ്യുന്നവരാണ്. വളരെ പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്യുന്നു. കർത്താവ് ഈ ലോക്ക്ഡൗണിൽ ഞാൻ ആദ്യഘട്ടങ്ങളൊക്കെ വളരെ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. വാട്ട് വിൽ ഹാപ്പൻ, എന്തായിരിക്കും കർത്താവ് ഇങ്ങനെ ഒരു കൂടിയൊരു ഇല്ലാതെ പോയി കഴിഞ്ഞാൽ എന്തായിത്തീരും ഞങ്ങളുടെ സഭ അല്ലെങ്കിൽ പ്രവർത്തനം എന്ന് വളരെ ചിന്തിച്ചു. ആദ്യഘട്ടങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലൊക്കെ ഒരു സന്തുഷ്ടി ഉണ്ടായിരുന്നില്ല. സൂം മീറ്റിങ്ങിലൂടെ പിന്നെ ഞാൻ തീരുമാനിച്ചു ഫുൾ ടൈം അതിനൊരു ഡിവോട്ട് ചെയ്തു. രാവിലെ 5:30 മുതൽ ഒരു മീറ്റിംഗ്, പിന്നെ 11 മണിക്ക് ഒരു മീറ്റിംഗ്, പിന്നെ വൈകുന്നേരം 7 മണിക്ക് ഒരു മീറ്റിംഗ്, ഉച്ച കഴിഞ്ഞ് സ്പെഷ്യൽ മീറ്റിംഗ്സ്, പിന്നെ 9 മണിക്ക് രാത്രി ഒരു മീറ്റിംഗ്. അങ്ങനെ മീറ്റിങ്ങിലൂടെ ആളുകളെ കംപ്ലീറ്റ് വചനം പഠിപ്പിക്കാൻ അവസരം കിട്ടി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചർച്ചിൽ എനിക്ക് പഠിപ്പിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും ഈ ലോക്ക്ഡൗൺ സമയത്ത് പഠിപ്പിക്കാൻ പറ്റി. കാരണം ചർച്ചിൽ പലപ്പോഴും ചിലപ്പോൾ ഒരു 30 മിനിറ്റ്സ് ഒക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ മെസ്സേജിന്. അന്നേരം പിന്നെ സാക്ഷ്യവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, പ്രാർത്ഥനയും മറ്റ് ഫോർമാലിറ്റീസ് ഒക്കെ ചെയ്യാനുള്ളത് കൊണ്ട് ഒരുപക്ഷെ അത്രയും സമയം കിട്ടത്തില്ല. എങ്കിൽ ഈ ലോക്ക്ഡൗൺ കാലത്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ബുക്ക് ബൈ ബുക്ക് ജനത്തെ പഠിപ്പിക്കാനിടയായി. അതെല്ലാവരും തുടർച്ചയായി പങ്കെടുത്തു. വലിയൊരു റിവൈവൽ ജനത്തിനുള്ളിൽ പ്രാർത്ഥിക്കാൻ അവർ പഠിച്ചു, ആരാധിക്കാൻ വചനത്തെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ അവർ പ്രാപിച്ചു. ഒരു ഗ്രേറ്റ് റിവൈവൽ തന്നെ ഞങ്ങളുടെ കൂട്ടായ്മ ഉണ്ടായി എന്ന് പറയാം. ലോക്ക്ഡൗണ് ഒത്തിരി നിരാശങ്ങൾ ഒത്തിരി നഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആത്മീയമായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നഷ്ടങ്ങളെക്കാൾക്കുള്ള ലാഭമാണ് ഉണ്ടായെന്ന് ഞാൻ പറയുന്നു. അത് ഞങ്ങളുടെ അനുഭവത്തിൽ കാണുന്നു. ഞങ്ങൾ ചിലപ്പോൾ ഈ ഒരു മീറ്റിംഗ് ഞങ്ങൾ ഫിസിക്കൽ മീറ്റിങ്ങിൽ പോകുമ്പോൾ തന്നെ ഒരു നല്ലൊരു ഗാദറിങ്, പുതിയൊരു കുറേ ആളുകൾ കൂടി എക്സൈറ്റഡ് ആയിട്ടുണ്ട്. ഇതുവരെയും ചർച്ച കാണാത്തവർ, അവർ ചർച്ച കണ്ടിട്ടില്ല. അവർ ചോദിക്കുന്ന പാസ്റ്റർ ചർച്ച എന്നാ തുറക്കുന്നത്. അവർക്ക് കൊറോണ അത്ര പേടിയൊന്നുമില്ല നമ്മളെ പോലെ. പക്ഷെ അവരൊക്കെ ചർച്ച കാണാൻ വളരെ എക്സൈറ്റഡ് ആയിരിക്കും. അപ്പം ദാറ്റ്സ് വാട്ട് ഗോഡ് ഈസ് ഡൂയിങ് ഇൻ രാജസ്ഥാൻ. കർത്താവ് വളരെ അത്ഭുതമായി കർത്താവ് നിങ്ങളുടെ കൃപയാൽ നിങ്ങളുടെ കൂടെയുള്ള ടീമിനെയൊക്കെ കർത്താവ് വളരെ ശക്തമായിട്ട് പ്രയോജനപ്പെടുത്തുന്നു. ഞങ്ങൾക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാ ആഴ്ചയിലും ഞങ്ങൾക്ക് ടീമായിട്ട് സൂം മീറ്റിംഗ് ഒക്കെ കർത്താവ് സഹായിച്ചു. സോ ഒത്തിരി സൂം മീറ്റിംഗ് കൊണ്ട് ഒത്തിരി പ്രയോജനം ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണുവാനിടയായി. എല്ലാ തിന്മകളിലും വേദനകളിലും ദൈവം ചില നന്മകൾ നമുക്ക് തരും. അങ്ങനെ ഒരു നന്മയാണ് ദൈവസഭയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ജയ്പൂരിൽ ഇരുന്നുകൊണ്ട് നിങ്ങളുമായിട്ട് ഒരു കൂട്ടായ്മ ദൈവം തന്നെ ഞാൻ വളരെ സന്തോഷിക്കുന്നു. ഐ എം താങ്ക് യു റിയലി. ഐ എം ഹാപ്പി. ഇന്ന് ഫാസ്റ്റിങ്ങിലാണ്, നിങ്ങളും ഉപവാസത്തിലാണ്. ഞങ്ങൾ 2-3 ദിവസത്തെ ഫാസ്റ്റിംഗ് ആണ്. നാളെ ഞങ്ങൾക്ക് ഉപവാസവും അതുപോലെ 24 hours പ്രെയർ ആണ്. നാളെ രാവിലെ 5:30 മുതൽ സൺഡേ രാവിലെ 5:30 വരെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഞങ്ങൾ ഒരു ടീമായി ഇങ്ങനെ പ്രാർത്ഥിക്കാം. അപ്പോൾ ഈ ഉപവാസ പ്രാർത്ഥന ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ വന്ദനം. ഒരിക്കൽ കൂടി കോശിവരനായ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാ എൽഡേഴ്സിനായും അദ്ദേഹത്തിന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് ഇന്നത്തെ ചിന്തിക്കാൻ ഒരു വാക്യം വായിക്കാം. ഒരു പാസേജാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ ഇവിടുത്തെ മീറ്റിങ്ങിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ദൈവാത്മാ എനിക്ക് തന്ന ഒരു പാസേജ് ചിന്തകൾ ഞാൻ ഇന്ന് രാവിലെ ഇവിടുത്തെ മീറ്റിങ്ങിനെ കുറിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് ദൈവന്റെ ഉള്ളിലേക്ക് തന്ന ഒരു പാസേജ് വളരെ ഫെമിലർ ആണ്. ബട്ട് ദൈവം എന്നോട് തന്നിരിക്കുന്ന ചില ആലോചനകൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 35 മുതൽ 41 വാക്യങ്ങളാണ്. ആർക്കെങ്കിലും ഒന്ന് മലയാളത്തിൽ വായിച്ച് സഹായിക്കണം, കാരണം എൻ്റെ ഹിന്ദി ഇംഗ്ലീഷ് ബൈബിളാണ്.
മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 35 മുതൽ 41 വാക്യം. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ട് താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റ് ഉണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലേണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരം ഇല്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തത ഉണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ പിതാവേ, ഇന്ന് രാത്രി സമയത്തിനായി സ്തോത്രം. നിങ്ങൾക്ക് ഈ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളതിനായി താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഈ കൂട്ടായ്മയിലേക്ക് വ്യാപരിക്കണമേ. ഞങ്ങളുടെ മധ്യത്തിലേക്ക് വ്യാപരിക്കണമേ. ദൈവശക്തി വ്യാപരിക്കണമേ. വചനത്തിലൂടെ പരിശുദ്ധാത്മാവിലൂടെയുള്ള ശക്തി ഈ കൂട്ടായ്മയിലേക്ക്, ഞങ്ങളുടെ മധ്യത്തിലേക്ക് ജീവൻ തരുന്ന പരിശുദ്ധാത്മാവ്, പുതുജീവൻ തരുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കണമേ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ ക്ഷീണങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ വേദനകളും മാറിപ്പോകട്ടെ, എല്ലാ ഉത്കണ്ഠകൾ മാറിപ്പോകട്ടെ. ഞങ്ങൾ എന്തെല്ലാം ഭാരങ്ങളുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്, അതെല്ലാ കൺസേൺസും, ആമേൻ, ഞങ്ങളെ ചിന്തിപ്പിക്കുന്ന വിചാരങ്ങൾ, ആമേൻ, മാനുഷ്യമായ ശബ്ദങ്ങൾ കേട്ട് നിരാശപ്പെട്ടിരിക്കുന്ന ആമേൻ ഞങ്ങളുടെ അവസ്ഥകളെ പരിശുദ്ധാത്മാവെ എടുത്തു കളയണം. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി ജീവനോടെ വ്യാപരിക്കട്ടെ, ശക്തിയോടെ വ്യാപരിക്കട്ടെ. ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരട്ടെ, ഞങ്ങളുടെ അധരങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ഞങ്ങളുടെ കരങ്ങളിലേക്ക് അടി പൂർണ്ണമായി സമർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. 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 Urabana mare karaba shabare banduri mana radana karabolu turi mana mara karaba shabara bandara bana marida aduri bana mare karabala bare kana masharara. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. Amen. Praise God. Jesus be glorified. Jesus be glorified. Jesus be glorified. Hallelujah. Thank you, Jesus. Thank you, Lord. Thank you, Lord. Amen. വളരെ സുപരിചിതമായ ഒരു പാസേജാണ് കർത്താവ് നമ്മൾ ഈ സന്ധ്യാസമയത്ത് തന്നെയാണ് ഒരു സന്ധ്യാസമയം. ആമേൻ. സന്ധ്യാസമയം എല്ലാ പ്രതീക്ഷകളുടെയും ഒരു അവസാനമാണ്. ചിലപ്പോ നമ്മൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നിട്ട് സന്ധ്യയാവുമ്പോൾ പിന്നെ നമ്മളങ്ങ് നിരാശരാകും. ഓ, ഇനിയിപ്പോ എന്താ, ഒന്നും നടക്കാൻ പോകുന്നില്ല, ഇനി അത്താഴം കഴിഞ്ഞ് കിടന്നുറങ്ങാം. പ്രഭാതം ഒരു പ്രത്യാശയാണെങ്കിൽ സന്ധ്യ ഒരു നിരാശ പോലെയാണ്. ചിലപ്പോൾ ചില കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ പകല് മുഴുവൻ കാത്തിരിക്കും. ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. പക്ഷെ അത് നടന്നില്ല. ഒരു വൈകുന്നേരം സന്ധ്യ ആകുമ്പോൾ നമ്മൾ അല്പം നിരാശരായി തീരാറുണ്ട്. പക്ഷേ നമ്മൾ ഈ ന്യൂ ടെസ്റ്റ്മെന്റ് വായിക്കുമ്പോൾ എല്ലാ സന്ധ്യ സമയങ്ങളിലും ദൈവത്തിന് ചില അത്ഭുത പ്രവൃത്തികളുണ്ട്. നമ്മുടെ സന്ധ്യകളൊക്കെ നമ്മുടെ പ്രതീക്ഷകൾ അസ്തമിക്കുമ്പോൾ, സൂര്യൻ അസ്തമിക്കുമ്പോൾ, നമ്മുടെ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുമ്പോൾ കർത്താവ് പ്രവർത്തിക്കുന്ന സമയമാണ്. ഹല്ലേലൂയ. ദൈവം ആ സമയത്താണ് പ്രവർത്തിക്കുന്നത്. സന്ധ്യാസമയങ്ങൾ അവൻ വളരെ ശക്തം അനേകരെ സൗഖ്യമാക്കി, അനേക രോഗികളെ സൗഖ്യമാക്കി, അനേകരെ വിടിവിച്ചു. ആമേൻ. ഇന്നൊരു സന്ധ്യാസമയത്താണ് നമ്മൾ ഇവിടെ കൂട്ടായ്മയിലായിരിക്കുന്നത്. ഇതേ കാര്യം തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, 22 മുതൽ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 23 മുതൽ ഇതേ സംഭവം എഴുതിയിട്ടുണ്ട്. ഒരല്പം വ്യത്യാസം മാത്രം, ചില കാര്യങ്ങൾ കൊണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എങ്കിലും ഇതേ സംഭവം തന്നെ എഴുതിയിരിക്കുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മർക്കോസ് 5-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്ന അതേ കാര്യം തന്നെ മത്തായിയുടെ സുവിശേഷത്തിലും 8-ാം അധ്യായത്തിൽ തുടർച്ചയായി എഴുതിയിട്ടുണ്ട്. ഒരു അല്പം വ്യത്യാസത്തോടു.
അപ്പൊ ഇവിടെയെല്ലാം ഈ സംഭവത്തിലൂടെ ഒരു വലിയ റെവലേഷനാണ് ശിഷ്യന്മാർക്ക് കിട്ടിയത്. ഇന്ന് വരെ അവർ മനസ്സിലാക്കാത്തൊരു കാര്യം അവർ മനസ്സിലാക്കി. ഇന്ന് വരെ യേശുവിനെ അവർ കണ്ടത് 5 അപ്പം കൊണ്ട് 5000 വരെ പോഷിപ്പിക്കുകയും കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുകയും അങ്ങനെയുള്ള 38 വർഷക്കാലം ബിമാരിയായ രോഗിയായവനെ സൗഖ്യമാക്കി, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്തു. ഒരു മാതിരിയുള്ള അത്ഭുതങ്ങൾ നടന്നെങ്കിലും ഇതുവരെയും ശിഷ്യന്മാർക്ക് ഒരു യേശുവിനെ കുറിച്ചുള്ള യഥാർത്ഥം ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റ് വായിക്കുമ്പോൾ അവസാനം വരെ അവർക്ക് കിട്ടിയിട്ടില്ല. എന്നാൽ പരിശുദ്ധാത്മാവരിലേക്ക് വന്നപ്പോഴാണ് യഥാർത്ഥമായ റെവലേഷൻ അവർക്ക് കിട്ടിയത്. പരിശുദ്ധാത്മാവരിൽ ഇറങ്ങി വന്നപ്പോൾ അവർ ശക്തമായി ഡിക്ലെയർ ചെയ്തു. പത്രോസ് പറഞ്ഞു, ദിസ് ഈസ് എ ജീസസ് whom you crucified, God's son. ശക്തമായി ഡിക്ലെയർ ചെയ്തു. അപ്പൊ പരിശുദ്ധാത്മ ഒരു വ്യക്തിയിലേക്ക് വരുമ്പോഴാണ് യഥാർത്ഥമായ റെവലേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ആ പ്രകാശം നമുക്ക് കിട്ടുന്നത്. വാസ്തവമായി ക്രിസ്തുവിടെ ആ മഹത്വവും അൺലിമിറ്റഡ് പവർ ഓഫ് ക്രൈസ്റ്റ് അത് റിവീൽ ആകുന്നത് പരിശുദ്ധാത്മ ഒരു വ്യക്തിയിലേക്ക് വരുമ്പോൾ. എന്നാലും ന്യൂ ടെസ്റ്റ്മെന്റിൽ ഒരു പ്രോഗ്രസീവ് റെവലേഷൻ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കർത്താവ് ഈ കാറ്റ് അടിപ്പിച്ചു, ഈ കാറ്റ് ശാന്തമാക്കിയപ്പോ അപ്പോൾ അവർക്ക് മനസ്സിലായി, who is he? Even the wind and waves obey him. കാറ്റും തിരമാലകളും ഇവന്റെ വാക്ക് കേൾക്കുന്നു, ഇവനാർ. അപ്പൊ അന്ന് വരെ അവർ ചിന്തിക്കാത്തൊരു മണ്ഡലത്തിലേക്കാണ് അവർ കേറിപ്പോയത്. അന്ന് വരെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു വലിയൊരു വെളിപ്പാട് അവർക്ക് കിട്ടി. ഞാൻ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചില കൊടുങ്കാറ്റുകളൊക്കെ വരുന്നത് ചില വെളിപ്പാടുകൾക്ക് വേണ്ടിയാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിത യാത്രയിൽ ക്രിസ്ത്യ യാത്രയിൽ ചില കൊടുങ്കാറ്റുകളൊക്കെ ആഞ്ഞടിക്കും, ചില പ്രശ്നങ്ങൾ ആഞ്ഞടിക്കും. നമ്മൾ എന്തുകൊണ്ട് why this unusual problem in my life? പക്ഷെ ആ ഒരു പ്രോബ്ലത്തിലൂടെ ചില റെവലേഷൻ നമുക്ക് ദൈവം തരും. എന്റെ കർത്താവ് ഇതും എനിക്ക് ചെയ്യാൻ കഴിയുമല്ലോ. ആമേൻ. അവൻ എനിക്ക് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അല്ല എന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമല്ല, he has complete authority in my life. He can do everything for me. എനിക്ക് ഇവിടെ എന്തും ചെയ്യാൻ കഴിവുള്ളവരാണ്, സർവശക്തനായ ഒരു കർത്താവാണ് എന്റെ രക്ഷിതാവെന്ന വെളിപ്പാട് ചിലപ്പോൾ ലഭിച്ചെന്ന് വരും. ചില പ്രശ്നങ്ങളുടെ പിന്നിലൊക്കെ ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്. നമ്മൾ അറിയാത്ത ചില കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിന്റെ വഴിയിലേക്ക് ആഞ്ഞടിക്കുമ്പോൾ അത് നമ്മൾ തകർക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് ദൈവം ആരാണെന്നും ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ മഹത്വവും വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ചെങ്കടൽ ഉണ്ടാക്കിയത് ഇസ്രായേൽ ജനത്തിന് വേണ്ടിയല്ല. ചെങ്കടൽ ആക്ച്വലി അത് തന്റെ ശത്രുവിനെ കാണിക്കാൻ വേണ്ടിയായിരുന്നു ദൈവത്തിന്റെ ശക്തി. ചെങ്കടൽ അവര് മുങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഇസ്രായേൽ ജനത്തിന് ചെങ്കടൽ ദൈവം വഴി തുറന്നു കൊടുത്തു. പക്ഷേ ചെങ്കടൽ ഉണ്ടാക്കിയിരിക്കുന്നത് ശത്രുവിനെ തകർക്കാൻ വേണ്ടിയാണ്, ശത്രു ദൈവത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ, കൊടുങ്കാറ്റുകൾ, നമ്മളെ തടസ്സപ്പെടുത്തുന്ന ചില നമുക്ക് ആഞ്ഞടിക്കുന്ന അൺഎക്സ്പെക്ടഡ്, ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് അൺഎക്സ്പെക്ടഡ് സ്ട്രോം ഇൻ അവർ ലൈഫ്. വാട്ട് വിൽ വി ഡു? നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ, ചില പ്രശ്നങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ, ശാന്തമായ കടലിൽ നിന്ന് ചില തിരമാലകൾ ഉയരുമ്പോൾ, ജീവിതം ഒരിക്കലും പ്രതീക്ഷിക്കാതെ എല്ലാം സ്വസ്ഥമായി ശാന്തമായി എവരിത്തിങ് ഓക്കെ, കുടുംബജീവിതം വളരെ സന്തോഷത്തോടെ പോകുന്നു, അല്ല ബിസിനസ് വളരെ സ്മൂത്തായി പോകുന്നു, എവരിത്തിങ് ഈസ് ഗോയിങ് സ്മൂത്ത്, there is no wave, no change, everything still, but unexpected moments, ചില തിരമാലകൾ ഉയരുന്നു, ചില കൊടുങ്കാറ്റുകൾ ഉയരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? What will we do? What shall we do? നമ്മൾ എന്ത് ചെയ്യും? അല്ല, ഇന്ന് രാത്രി അതാണ് എന്റെ മെസ്സേജ്. What shall I do? അപ്പൊ ഇന്ന് ഇവിടെ ശിഷ്യന്മാരുടെ യാത്രയിൽ കർത്താവിനോട് കൂടെയുള്ള യാത്ര, കർത്താവ് പടകിലുണ്ട്. അത് മറ്റൊരു സ്ഥലത്ത് മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഇതേപോലെ സംഭവം തന്നെയാണ്. പക്ഷെ അവിടെ കർത്താവ് കൂടെയില്ല. കർത്താവ് മലമുകളിൽ പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാരെ തനിച്ചു വിട്ടു. ചിലപ്പോൾ കർത്താവ് കൂടെ നമ്മുടെ കൂടെ യാത്ര ചെയ്യുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ നമുക്ക് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നില്ല, എങ്കിലും നമ്മുടെ കൂടെയുണ്ട് കർത്താവ്. പക്ഷെ അൺഎക്സ്പെക്റ്റഡ് ആയ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അത് നമുക്ക് പുതിയ റെവലേഷൻസ് തരുന്നു, പുതിയ പ്രകാശങ്ങൾ തരുന്നു. എന്റെ കർത്താവിന് ഇതിനുമേലും അധികാരമുണ്ട്, അവൻ എന്നെ വിടിവിക്കാൻ കഴിവുള്ളവനാണ്. ആമേൻ. അതിലെന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഒരു കാര്യം,
ഗ്രേറ്റ്. മത്തായിയുടെ സുവിശേഷത്തിൽ ആ വാക്യം ഞാൻ വായിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് പറയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിന്റെ 23-24 എഴുതിയിരിക്കുകയാണ്, ഗ്രേറ്റർ വാസ് ദ സ്ട്രോങ്. ആ കൊടുങ്കാറ്റ് ഭയങ്കരമാണ്. ഗ്രേറ്റർ എ ഗ്രേറ്റ് ടെമ്പസ്റ്റ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. ഒരു വലിയ കൊടുങ്കാറ്റ് അടിച്ചു. അപ്പൊ അതിന് 26-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, വലിയ കൊടുങ്കാറ്റ് അടിച്ചെങ്കിലും ഗ്രേറ്റ് കാം. ആമേൻ. എത്ര വലിയ കൊടുങ്കാറ്റാണ് അടിച്ചത്, അത്രയും വലിയ സമാധാനം ദൈവം തന്നു എന്നുള്ളതാണ്. പ്രൈസ് ഗോഡ്. അപ്പോ എത്ര വലിയ കൊടുങ്കാറ്റാണോ ജീവിതത്തിൽ അടിക്കുന്നത്, അതിന് തുല്യമായ ഒരു സമാധാനം, ഗ്രേറ്റ് കാം. നമ്മളെ കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നത്, ഗ്രേറ്റർ ഈസ് ദ അഫ്ലിക്ഷൻസ് വിത്ത് ക്രൈസ്റ്റ്, ഗ്രേറ്റർ ഈസ് ദ കൺസോളേഷൻ വിത്ത് ക്രൈസ്റ്റ്. എത്രത്തോളം ക്രിസ്തുവിൽ എനിക്ക് വേദനകളും ദുഃഖങ്ങളും ഭാരങ്ങളും ഉണ്ടോ, അത്രത്തോളം ആശ്വാസം എന്നിലേക്ക് പകരുന്നു. ചിലപ്പോൾ നമുക്ക് വലിയ പ്രശ്നങ്ങളായിരിക്കും, വലിയ കൊടുങ്കാറ്റുകൾ, നമുക്കത് ചിന്തിക്കാൻ കഴിയത്തില്ല. പക്ഷേ അത് കഴിഞ്ഞൊരു സമാധാനം കർത്താവ് തരുമ്പോൾ അത് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത സമാധാനമായി. ഇന്ന് രാത്രി ഞാൻ ഒരു പ്രവചന വാക്കായി ആരെങ്കിലും ജീവിതത്തിൽ അൺയൂഷ്വലായി ഗ്രേറ്റ് സ്റ്റോമിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിക്കുക, മകനെ, നിന്റെ ജീവിതത്തിൽ അൺയൂഷ്വലായ ഒരു പീസ്, സമാധാനം ദൈവം തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. You will experience a greater calm in your life. ഹല്ലേലൂയ. ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്, എന്റെ ജീവിതത്തിലെ കൊടുങ്കാറ്റ് വലുതാണ്, എന്റെ ജീവിതത്തിലെ വിഷയങ്ങൾ വലുതാണ്. ഇറ്റ് ഇസ് സോ ബിഗ്, ഇറ്റ്സ് സോ ബിഗ്, ഇറ്റ്സ് സോ ഗ്രേറ്റ്. ബട്ട് സേ, അതിനുശേഷം ഒരു വലിയ സമാധാനം, ഒരു വലിയ ശാന്തത ജീവിതത്തിലേക്ക് ദൈവം കൊണ്ടുവരികയാണ്. സ്വസ്ഥത, സമാധാനം. എത്രത്തോളം നീ വേദന അനുഭവിച്ചോ, എത്രത്തോളം ദുഃഖം അനുഭവിച്ചോ, എത്രത്തോളം ഭാരം അനുഭവിച്ചോ, എത്ര നാളുകൾ നീ ക്ലേശിച്ചു, അത്രയും നാളുകൾ ഒരു വലിയ സമാധാനം, സ്വസ്ഥത ഇന്ന് രാത്രി ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില വ്യക്തികൾക്ക് വേണ്ടി ദൈവം കൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. സംഭവിക്കാൻ പോവുകയാണ്. ആ വലിയ സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കാൻ പോവുകയാണ്. ആമേൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 90 എഴുതിയിരിക്കുന്നു, എത്ര നാളുകൾ, എത്ര വർഷങ്ങൾ ദൈവമേ ഞങ്ങൾക്ക് കഷ്ടത ഉണ്ടായോ, അത്രയും നാളുകൾ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഹല്ലേലൂയ. എത്ര നല്ല ദൈവമാണ്. എത്ര ദിവസങ്ങൾ എണ്ണി, ഒരുപക്ഷെ നമുക്ക് ഓർമ്മയുണ്ടാകത്തില്ല, പക്ഷെ ദൈവം ആ ദിവസങ്ങൾ പോലെ എണ്ണും. നാം വേദനിക്കുന്ന, നാം കടന്നു പോകുന്ന സഫറിങ്ങിൽ ആ ദിവസങ്ങളെ പോലും ദൈവം എണ്ണി വെച്ച് അതിന് തുല്യമായ ഒരു ആശ്വാസം, ഒരു സമാധാനം, ഒരു സൗഖ്യം, ഒരു വിടുതല്, ഒരു അനുഗ്രഹം, ഒരു നന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു കർത്താവിനെയാണ് നാം ആരാധിക്കുന്നതെന്ന് ഇന്ന് രാത്രി മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തുന്ന സ്തുതിച്ചാട്ടെ. കർത്താവേ, എന്റെ ജീവിതത്തിലെ ക്ലേശങ്ങൾ ഏറുമ്പോൾ, വേദനകൾ ഏറുമ്പോൾ എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ ആശ്വാസവും വർദ്ധിക്കുന്നു. ഹല്ലേലൂയ. The more the suffering in my life, the more the consolation in Christ I have. വർദ്ധിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ കർത്താവിന്റെ ആശ്വാസവും വർദ്ധിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അൺഎക്സ്പെക്റ്റഡ് ആയ ചില കൊടുങ്കാറ്റിൽ അടിക്കുമ്പോൾ എന്തു ചെയ്യും? വാട്ട് ഷാൽ വി ഡു? ഈ ശിശുമാരുടെ യാത്രയിൽ, ഈ ബോട്ടിലെ യാത്രയിൽ, കടൽ യാത്രയിൽ അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു കാറ്റ് അടിക്കുമ്പോൾ ഒന്നാമത് ചെയ്യേണ്ട കാര്യം, നമ്പർ 1, റിമെമ്പർ ദ പ്രോമിസ് ഓഫ് ഗാഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഓർക്കണം. പ്രൈസ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ ഓർക്കണം. ഞാനൊരു അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. പലപ്പോഴും ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ട് ഒരു ദിവസം പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. എവറിത്തിങ് ഇസ് ഗോൺ. There was days like that. പക്ഷെ അന്ന് എന്നെ ഓർമ്മിപ്പിച്ചത്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അതൊരു സ്റ്റോറിയാണ്. ഞാൻ ഇങ്ങനെ കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണ് പോയത്. എന്നെ വളരെ സ്നേഹിക്കുന്ന എൻ്റെ നാട്ടിൽ എൻ്റെ പാസ്റ്റർ എന്നെ അവിടെ കൊണ്ടുപോയി. അവിടെ ഒരു പ്രപ്പോസൽ, മാരേജ് പ്രപ്പോസൽ കാണാൻ വേണ്ടി. പക്ഷെ അവിടെ അമേരിക്കയിൽ ഒരു പ്രപ്പോസൽ ആയിരുന്നു. പക്ഷെ ഞാനത് ഐ വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. അപ്പൊ ആ പ്രപ്പോസൽ വേണ്ടി കടന്നു പോയപ്പോൾ ആ വീട്ടിലെ ആളുകൾ ഒരു കോളനിയിൽ താമസിക്കുന്ന അവരെല്ലാം ഒന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുക 3 ദിവസമായിട്ട്. അവരുടെ ലാസ്റ്റ് മീറ്റിംഗ് ആണ്. അന്ന് അവിടെ ഒരു പ്രവാചകൻ വന്നിരുന്നു. ഞാനന്ന് കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു, രക്ഷിക്കപ്പെട്ടതാണെങ്കിലും വലിയ പരിശുദ്ധാത്മാവിന്റെ ആ കാര്യങ്ങളൊന്നും അത്രയ്ക്കൊന്നും
ശക്തി പ്രാപിച്ചിട്ടില്ല. പിന്നെ എനിക്ക് പ്രവാചകന്മാർ അല്പം പേടിയുണ്ട്, കാരണം അവരെന്തെങ്കിലും പറഞ്ഞാലോ നമ്മൾ ഒരു പേടിയുണ്ടാകും. അപ്പൊ ലാസ്റ്റ് മൊമെന്റിൽ ഞങ്ങൾ ആ ക്യാമ്പസിലേക്ക് എത്തിയപ്പോൾ ആ മീറ്റിങ്ങിന്റെ ക്ലോസിങ് ടൈമാണ്. അപ്പൊ ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ എന്നോട് വളരെ ക്ലോസ് ആയിരുന്നു, വളരെ എൻ്റെ ഒരു ഈസ് ലൈക്ക് എ ഫ്രണ്ട്. ഞങ്ങൾ പാസ്റ്റർ പ്ലീസ് നമുക്ക് ലെറ്റ്സ് ഗോ ഔട്ട്, നമുക്ക് ഒരു 10 മിനിറ്റ് പുറത്ത് പോയിട്ട് വരാം, ബൈ ദ ടൈം ദേ വിൽ ഫിനിഷ് ദ മീറ്റിംഗ്, ദാറ്റ്സ് ഗുഡ്. അപ്പൊ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഫിനിഷ് ദ മീറ്റിംഗ്. ഞങ്ങളങ്ങ് ചിന്തിച്ച ഗേറ്റിന്റെ അടുത്ത് എത്തിയപ്പോഴത്തേനും അകത്തുനിന്ന് ഒരു അങ്കിൾ വന്ന് പറഞ്ഞു, ഓ പ്ലീസ് പ്ലീസ് കം കം കം, നിങ്ങൾ അകത്തേക്ക് വരാൻ പറഞ്ഞു. അകത്തേക്ക് കയറിയപ്പോൾ ഭയങ്കര പവറിൽ ഇങ്ങനെ പാസ്റ്റർ നിൽക്കുകയാണ്. എനിക്ക് ആ ദൈവദാസനെ ഓർമ്മയില്ല, പക്ഷെ വളരെ ശക്തമായ ശുശ്രൂഷയാണ്, അതെനിക്ക് മറക്കാൻ കഴിയത്തില്ല. വളരെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഞാൻ അതിന്റെ അകത്തേക്ക് കയറിയപ്പോൾ ഞാൻ കർത്താവേ ദൈവം രക്ഷിക്കണേ, ഇവിടെ നമ്മൾ അറിയാത്ത ആളുകളാണ്, ഒരു കൂട്ടായ്മ 10 പേര് ഇരിക്കുന്നുണ്ട്. അപ്പൊ അവർ ഞാൻ അറിയത്തില്ല, കർത്താവേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് ക്ഷമിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കുക. അപ്പോ ആദ്യം വളരെ ശക്തമായി മൂവ് ചെയ്തു. ആ ദൈവദാസൻ നേരെ വന്ന് എന്റെ പാസ്റ്ററിന്റെ തലയിൽ കൈവച്ചു. എന്നിട്ട് പാസ്റ്ററോട് ചില ആലോചനകൾ പറഞ്ഞു, വളരെ എക്സാക്റ്റാ. കാരണം ഈ യാത്രയിൽ ഞങ്ങൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് എന്നോട് പാസ്റ്റർ പറഞ്ഞ അതേ ജീവിത അനുഭവങ്ങളാണ് ആ ദൈവദാസനിലൂടെ സംസാരിച്ചത്. അപ്പൊ എനിക്ക് കൺഫേം ആയി, ഈസ് എ റൈറ്റ് പ്രൊഫറ്റ്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേനും എനിക്കറിയാം കർത്താവ് രക്ഷപ്പെട്ടു, പാസ്റ്റർ തലയിൽ കൈവച്ചില്ല, ഞാൻ രക്ഷപ്പെട്ടു. ബാക്കി ഒത്തിരി പേര് അവിടെ ഇരിക്കുന്നു, അവരെല്ലാം ആലോചന കേൾക്കാൻ വേണ്ടി 3 ദിവസം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അദ്ദേഹം ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് നേരെ എൻ്റെ അടുത്തേക്ക് വന്നു, എൻ്റെ തലയ്ക്ക് വെച്ചു. എന്നോട് പറഞ്ഞു, നിന്നെ ഒരു വിദൂര ദേശത്തേക്ക് അയക്കും, നീ അറിയാത്ത ചില ഭാഷക്കാരിടയിലേക്ക് അയക്കും, നീ അറിയാത്ത ലാംഗ്വേജിൽ സംസാരിക്കും, നീ അവിടെ ഒരു വൃക്ഷമായി നടപ്പെടും, അവിടെ നീ പടർന്ന് പന്തലിക്കും, അതിന് ശാഖകൾ ഉണ്ടാകും, അതിന്റെ തണലിൽ അനേകർ വന്ന് അഭയം പ്രാപിക്കും. അതിന് ഒത്തിരി കാര്യങ്ങൾ വന്നു, പകുതി എനിക്ക് അറിയത്തുണ്ട്. നിന്റെ ബന്ധുക്കൾ തന്നെ നിനക്ക് ശത്രുക്കളായിരിക്കും, ചില സമയം വരെ നീ ബന്ധിക്കപ്പെടും. ഇങ്ങനെ ചില കാര്യങ്ങൾ യോസഫിനോട് പറഞ്ഞ ചില കാര്യങ്ങൾ, അന്ന് എനിക്ക് ആ വചനത്തെ കുറിച്ചുള്ള ഗ്രാഹ്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ എന്നെ മനസ്സിലേക്ക് വന്നു. പിന്നീട് ദൈവാത്മാ എനിക്ക് വെളിപ്പെടുത്തി തന്ന കാര്യം, ആ കാര്യങ്ങൾ ഒരു വലിയ പ്രോഫറ്റിക്കൽ ഒരു മെസ്സേജ് ആയിട്ട്, ഒരു വളരെ ക്ലിയർ ആയിട്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പാസ്റ്റർ വിചാരിച്ചു, കൺഫേം ആയി, വിദൂരദേശം മീൻസ് അമേരിക്ക, പ്രപ്പോസൽ ഈസ് കൺഫേം. പാസ്റ്റർ അങ്ങനെ ചിന്തിച്ചു. പക്ഷെ എനിവേ ആ മീറ്റിംഗിന് ശേഷം ദൈവാത്മാവിനോട് ശക്തമായി ഇടപെട്ടു, നിന്റെ മിനിസ്ട്രി അമേരിക്കയിലല്ല, ദിസ് മിനിസ്ട്രി ഒരു വളരെ ഡ്രൈ ആയ ലാൻഡിൽ ഉണങ്ങിക്കിടക്കുന്ന ചില കരിയിലകളെ കാണിച്ചു, ഒരു ഡ്രൈ ലാൻഡ് എന്നെ കാണിച്ചു. ഞാൻ ഈ പ്രപ്പോസലൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് എൻ്റെ പാസ്റ്റർ വളരെ നിർബന്ധമായിരുന്നു. ഞാൻ എപ്പോഴും ചർച്ചിൽ ഇങ്ങനെ എഴുന്നേറ്റ് പറയായിരുന്നു, ഇഫ് ഐ ഗെറ്റ് മണി, ഇഫ് ഐ ഗെറ്റ് ജോബ്, ഇഫ് ഐ ഗെറ്റ് ഐ ബിക്കം എ ഡോക്ടർ ഓർ സയന്റിസ്റ്റ് സംതിങ്, ഐ വുഡ് ഗീവ് 50%, 50% ചർച്ചിന് വേണ്ടി കൊടുക്കൂ എന്നൊക്കെ ഞാൻ ഭയങ്കര ആവേശത്തോട് ഡിക്ലെയർ ചെയ്തു. അപ്പൊ പാസ്റ്റർ വലിയ താല്പര്യമായിരുന്നു. അപ്പൊ എങ്ങനെയും ഇവനെ അമേരിക്കയിൽ അയച്ചാൽ ഞങ്ങളുടെ മിനിസ്ട്രി ഫ്ലറിഷ് ആവുന്നൊക്കെ ഒരു ചിന്തയായിരുന്നു. വയനാട്ടിലുള്ള പാസ്റ്ററാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഒത്തിരി പ്രപ്പോസലൊക്കെ കൊണ്ടുവന്നെങ്കിലും ദൈവം എന്നോട് വ്യക്തമായി എനിക്ക് കാണിച്ചു, ഡ്രൈ ലാൻഡ്, ഉണങ്ങിയ നിലം, കരിയിലകൾ ഇങ്ങനെ കിടക്കുന്ന ഉണങ്ങിയ സ്ഥലം, അവിടെ ഞങ്ങൾ മിനിസ്റ്റർ ചെയ്യുന്നതായിട്ട് ദൈവം എന്നെ കാണിച്ചു. വ്യക്തമായതിനു ശേഷം എന്നോട് സംസാരിച്ചു. അതിനുശേഷം ഞാൻ അങ്ങനെ ഒരു പ്രപ്പോസൽ എല്ലാം എനിക്ക് പോകാനുള്ള എല്ലാ ഡോറും ഓപ്പൺ ആയിരുന്നു. Everything was open. They said, you can settle in America, you can do ministry, you can do whatever. But I denied. The Lord spoke to me very clearly. ഞാൻ ആ സമയത്ത് ഞാൻ പറയാൻ കാരണം, ആ ഒരു ആലോചന പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ രാജസ്ഥാനം വന്ന സമയത്ത് പല നിരാശകൾ, ഭാരങ്ങൾ വന്നപ്പോൾ, അൺഎക്സ്പെക്റ്റഡ് ആയ ചില കൊടുങ്കാറ്റുകൾ ആഞ്ഞടിച്ചപ്പോൾ, നിൽക്കുവാൻ കഴിയാതെ പറ്റുമോ എന്ന് ചിന്തിച്ച് ഭാരപ്പെട്ടപ്പോൾ എന്നെ നിലനിർത്തിയത് ആ ദൈവികമായ ഒരു ദർശനമാണ്. ദൈവം എനിക്ക് തന്നിരിക്കുന്ന ദർശനം എന്ന് സംസാരിച്ചു. യു ഹാവ് എ വിഷൻ, യു ഹാവ് എ ഡ്രീം ടു ബി ഫുൾഫിൽഡ് ഇൻ രാജസ്ഥാൻ. ഹല്ലേലൂയ. ഞാൻ ഡിക്ലെയർ ചെയ്തു, കർത്താവ് നീ തന്നിരിക്കുന്ന ആലോചന ഒരു പടർന്ന് പന്തലിച്ചൊരു വൃക്ഷമായി തീരുമെന്നും അതിന്റെ തണിൽ അനേകർ അഭയം പ്രാപിക്കുമെന്നുമുള്ള ആ ദൈവിക ദർശനം എന്നെ കൊടുങ്കാറ്റുകൾ പിടിച്ചു നിർത്താൻ ഇടയായത്. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ തിരമാലകൾ ആഞ്ഞടിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, നമ്മൾ ദൈവത്തിന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കണം.
ദൈവത്തിന്റെ വചനത്തെ മുറുകെ പിടിക്കണം. കാരണം ഈ യാത്ര ആരംഭിച്ചത് നമ്മളായിട്ടല്ല, ദൈവമാണ്. കർത്താവാണ് പറഞ്ഞത് ലെറ്റ്സ് ഗോ അതർ സൈഡ്. കർത്താവാണ് പറഞ്ഞത് ലെറ്റ്സ് ഗോ അതർ സൈഡ്. ദൈവം പറഞ്ഞ വചനപ്രകാരമാണ് യാത്ര ആരംഭിച്ചിരിക്കുന്നത്. ദൈവം പറഞ്ഞ വചനപ്രകാരമാണ് ഈ ബിസിനസ് ആരംഭിച്ചിരിക്കുന്നെങ്കിൽ, ദൈവത്തിന്റെ ആലോചനയിലാണ് കുടുംബജീവിതം ആരംഭിച്ചിരിക്കുന്നെങ്കിൽ, ദൈവനാമത്തിലാണ് ഈ പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്നെങ്കിൽ, ദൈവനാമത്തിലാണ് നിങ്ങൾ ആരംഭിച്ചിരിക്കുന്നെങ്കിൽ, ഒരു കൊടുങ്കാറ്റുകൾക്കും അതിനെ തകർക്കുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി വിശ്വസിക്കണം, ഒരു കൊടുങ്കാറ്റുകൾക്കും എന്റെ ജീവിതത്തെ തകർക്കുവാൻ കഴിയുകയില്ല. ഒരു കൊടുങ്കാറ്റുകൾക്കും എന്റെ ദർശനത്തെ തകർക്കുവാൻ കഴിയുകയില്ല. കാരണം ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. ഓ യെസ്, ലെറ്റ്സ് ഗോ അതർ സൈഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, വേർ ഈസ് യുവർ ഫെയ്ത്ത്? നിങ്ങൾ എന്റെ വചനത്തിൽ എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? ഞാൻ പറഞ്ഞ ആലോചന എന്തുകൊണ്ട് വിശ്വസിച്ചില്ല? എന്റെ വാഗ്ദത്തങ്ങൾ ഓർക്കുക. പർവ്വതങ്ങളും കുന്നുകളും മാറിപ്പോയാലും എന്റെ ദയവും എന്റെ വിശ്വസ്തയും എന്റെ സമാധാനം നിന്നെ വിട്ടു മാറുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി നാം വിളിച്ചു പറയണം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ. ജോസഫിന്റെ ജീവിതത്തിൽ വലിയ കൊടുങ്കാറ്റുകളാണ്. അൺഎക്സ്പെക്റ്റഡ് ആയ അവന്റെ യാത്രയിലാണ് പൊട്ടക്കിണറും ജയിലൊക്കെ കാണാനിടയായത്, ഒന്നും പ്രതീക്ഷിക്കാതെ. പക്ഷെ അവിടെ എല്ലാം നമ്മൾ ഒരു കാര്യം വായിക്കണം, ആദ്യ കൃപ ഒരിക്കലും ജോസഫ് നഷ്ടപ്പെടുത്തിയില്ല. ജയിലിലായിരുന്നപ്പോഴും ജോസഫ് ഡ്രീം ഇന്റർപ്രറ്റ് ചെയ്തു. ഞാൻ ചിന്തിക്കുകയാണ്, why? ഇങ്ങനൊരു ജോസഫ് ജയിലിൽ കിടന്ന സമയത്ത് പാനപാത്രക്കാരനും അപ്പക്കാരനും ഈ ജോസഫിനോട് ഡ്രീം പറഞ്ഞപ്പോ സാധാരണക്കാരായി നമ്മൾ പറയണം, ഓ നോ 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 ഡ്രീം, നോ ഡ്രീം. ഞാൻ ഒരിക്കലും ഡ്രീം കണ്ടതുകൊണ്ടാണ് എനിക്ക് ഈ പൊട്ടക്കിണറും എനിക്ക് ഈ ജയിലൊക്കെ വരേണ്ടത്. I don't want to discuss about that. He never said like that. ചിലർക്ക് അങ്ങനെ പറയാറുണ്ട്. ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ ചില വേദനകൾ വരുമ്പോൾ ദൈവത്തോട് അവർക്ക് വെറുപ്പാവുന്നു, അവർ വേദപുസ്തകത്തോട് വെറുപ്പാവുന്നു, അവർക്ക് പ്രാർത്ഥന കൂട്ടായ്മയോട് വെറുപ്പാവുന്നു, അവർക്ക് ആരാധന വെറുപ്പാവുന്നു. ഓ ഈ ആരാധന, ഈ പ്രാർത്ഥന ഇതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പറയുന്നു. പക്ഷേ ജോസഫ് പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ആ ഡ്രീം കൊണ്ട് എന്റെ ജീവിതത്തിൽ നിറവേറിയില്ലെങ്കിലും, ആ ഡ്രീം കൊണ്ട് ഞാൻ ജയിലിലാണെങ്കിലും, ആ ഡ്രീം എന്റെ ജീവിതത്തിൽ നിറവേറിയില്ലെങ്കിലും, ആ ഡ്രീം തന്ന ദൈവം വിശ്വസ്തനാണ്. He will never change. Praise the Lord. Hallelujah. He will never change. Hallelujah. ഇന്ന് രാത്രി പറയണം, എന്റെ ജീവിതത്തിൽ നിറവേറിയില്ലെങ്കിലും, എന്റെ ജീവിതത്തിൽ ചില കൈപ്പേറിയ അനുഭവം ഉണ്ടെങ്കിലും, ആ സ്വപ്നം തന്ന ദൈവം വിശ്വസ്തനാണ്. I will declare about him. Hallelujah. Amen. പറഞ്ഞു, ഈ സ്വപ്നം തന്ന, ആ സ്വപ്നം കൊണ്ടാണ് എനിക്ക് ഈ വേദനയൊക്കെ ഉണ്ടായതെങ്കിലും, എന്റെ ജീവിതത്തിൽ ആ സ്വപ്നം നിറവേറിയില്ലെങ്കിലും, ആ സ്വപ്നം തന്ന ദൈവം വിശ്വസ്തനാണ്. ആ ദൈവത്തിന്റെ കൃപ, ആദ്യ കൃപ ഒരിക്കലും ജോസഫ് നഷ്ടപ്പെടുത്തിയില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷെ നമ്മൾ വേദനയിൽ കടന്നു പോകുമ്പോൾ, നമ്മൾ ചില ആഗ്രഹങ്ങൾ നിറവേറാതെ പോകുമ്പോൾ, നമ്മൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് നടക്കാതെ പോകുമ്പോഴും അത് തന്ന ദൈവം, ആമേൻ, ജനത്തോട് പറയണം, അത് തന്ന ദൈവം വിശ്വസ്തനാണ്. നിന്നെ സഹായിക്കും, നിനക്ക് വേണ്ടി നന്മ ചെയ്യും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. എന്താ കാരണം? ഒരു ഡ്രീം ഉണ്ടായിരുന്നു, ഒരു ഡ്രീം. There was a dream deep inside his heart. There was a vision. There was a promise of God. ദൈവത്തിന്റെ വാഗ്ദത്തത്തെ അവൻ മുറുകെ പിടിച്ചു. ദൈവം കൊടുത്ത ദർശനത്തെ മുറുകെ പിടിച്ചു. ഹല്ലേലൂയ. എന്തായിരുന്നു? യെസ്, എന്നെ നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഒക്കെ വന്ദിക്കും എന്ന് പറഞ്ഞാൽ, I will come to a big post, big position, something God has kept for me. എന്റെ അപ്പനും അമ്മയും എന്നെ ബഹുമാനിക്കണമെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ ആ ദേശത്തിൽ വലിയൊരാളാകണം. അപ്പൊ ഒരു വലിയൊരു പദവി എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അത് ഇതുവരെ നിറവേറിയിട്ടില്ല. ജീവിതത്തെ പൊട്ടക്കിണർ വന്നാലും, ജയിലിൽ കടന്നു പോകേണ്ടി വന്നാലും, നിരാശകൾ കടന്നു പോകേണ്ടി വന്നാലും, ദൈവത്തിന്റെ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കണം. ദൈവത്തിന്റെ ദർശനത്തെ മുറുകെ പിടിക്കണം. കൊടുങ്കാറ്റുകളുടെ മധ്യത്തിൽ വിളിച്ചു പറയണം, ദൈവം തന്ന വാഗ്ദത്തങ്ങൾ ഇതുവരെ നിറവേറിയിട്ടില്ല. ദൈവം തന്ന വാക്കാണ്, ദൈവത്തിന്റെ വചനമാണ്. അതുകൊണ്ട് ഈ കാറ്റുകൾക്ക് എന്നെ തകർക്കുവാൻ കഴിയുകയില്ല, ഈ തിരമാലകൾക്ക് എന്നെ അടുക്കുവാൻ കഴിയുകയില്ല. എന്റെ ദൈവം എന്നെ അക്കരെ എത്തിക്കും, എന്റെ ദൈവം എന്റെ കൂടെയുണ്ട് എന്ന് വിളിച്ചു പറയുവാൻ ഇടയാകണം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ.
Number one, remember the promise of God. Number two, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ഇവിടെ ഏറ്റവും വലിയൊരു ഈ ഇതിൽ കർത്താവ് അതിന്റെ ആ ബോട്ടിൽ കിടന്നുറങ്ങും. തിരമാലകളുടെ മധ്യത്തിലൊക്കെ കിടന്നുറങ്ങാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു അനുഗ്രഹമാണ്. പലർക്കും ഉറക്കമില്ല രാത്രി. പല ആളുകൾ എന്നോട് പറഞ്ഞിട്ട്, പാസ്റ്റർ, വി ആർ നോട്ട് ഏബിൾ ടു സ്ലീപ്പ്. ഉറങ്ങാൻ കഴിയുന്നില്ല. ഉറക്കമില്ലായ്മ ഒരു വലിയ രോഗമായി തീർന്നിരിക്കുക. ഐ താങ്ക് ഗോഡ്, എനിക്ക് നല്ല ഉറക്കമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹമാണ്, ബ്ലെസ്സിംഗ് ആണ്. ഞാൻ കർത്താവും ഈ കൊടുങ്കാറ്റുകളുടെ ഇടയിലും തിരമാലയുടെ ഇടയിലും ഒക്കെ വളരെ ശാന്തമായി ഉറങ്ങി. ആമേൻ. ആ ഉറക്കം വലിയൊരു വിശ്വാസത്തിന്റെ ഉറക്കമാണ്. ആമേൻ. നത്തിങ് ടു ഫിയർ. ദൈവ സാന്നിധ്യം എന്റെ കുടുംബത്തിൽ, എന്റെ ജീവിതത്തിൽ ഉള്ളവർത്തോളം കാലം ഈ തിരമാലകൾക്ക് അകത്ത് പ്രവേശിക്കാൻ കഴിയില്ല എന്നും എന്നെ മുക്കുവാൻ കഴിയില്ല എന്നും നാം വിശ്വസിക്കണം. അതാണ് വിശ്വാസം, അതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. അവിടെ ഈ കർത്താവ് ചോദിക്കുകയാണ് അവരോട്, വേർ ഈസ് യുവർ ഫെയ്ത്ത്, വൈ ആർ യു ഫിയർഫുൾ? വിശ്വാസമില്ലാതെ വരുമ്പോൾ നമുക്ക് ഭയമുണ്ടാകുന്നു. വിശ്വാസം ഭയത്തെ പുറത്താക്കുന്നു. പൂർണ്ണമായ വിശ്വാസം ദൈവത്തിന്റെ വചനത്തിൽ, ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നാം വിശ്വസിക്കുകയാണെങ്കിൽ ഭയം നമ്മുടെ അകത്തുനിന്ന് പുറത്തു പോകും. എന്നാൽ നമ്മള് വിശ്വാസമില്ലാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഭയം ഇടിച്ചു കയറുകയാണ്. വിശ്വാസം ഭയത്തെ പുറത്താക്കുന്നു. പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഫിയർ. ഇന്ന് രാത്രി നമ്മുടെ ഹൃദയത്തിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഉറക്കത്തെ കിടത്തുന്ന, നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച്, നമ്മുടെ ബിസിനസ്സിനെ കുറിച്ച് ചില ഭയം നമ്മുടെ ഉള്ളിലേക്ക് പിശാച് കൊണ്ടുവരാം. നമ്മുടെ ഉറക്കത്തെ നഷ്ടപ്പെടുത്തുന്നു, നമ്മളെ അസ്വസ്ഥ ഉണ്ടാക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ദൈവത്തിലുള്ള ആ വലിയ വിശ്വാസം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അവന്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട്, അവന്റെ സാന്നിധ്യം എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് ഈ ബോട്ട് മുങ്ങുവാൻ കഴിയുകയില്ല, ഈ ബിസിനസ് തകരയില്ല, ഈ കുടുംബം തകരയില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ തകരയില്ല, എൻ്റെ ഭാവി തകരയില്ല എന്ന് നമ്മൾ അധരങ്ങൾ തുറന്ന് ഡിക്ലെയർ ചെയ്യണം. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ ആ ഭയത്തെ പുറത്തേക്ക് തള്ളിക്കളയണം. വിശ്വാസം ഭയത്തെ പുറത്തേക്ക് തള്ളിക്കളയണം. വിശ്വാസം വചനത്താൽ, കേൾവിയാൽ വരുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ വിശ്വാസം നമ്മുടെ ഹൃദയത്തിലേക്ക് നിറയുവാനിടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ഭയത്തിന്റെ ആത്മാവ്, എല്ലാ നിരാശയുടെ ആത്മാവ് നമ്മൾ നിരാശപ്പെടുത്തുന്ന, നമ്മൾ ഉറക്കത്തെ കിടത്തുന്ന, നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മളെ കൺസേൺ ചെയ്യിക്കുന്ന അൺവാണ്ടഡ് ടോർമെന്റിംഗ് സ്പിരിറ്റ്, നമ്മളെ ടോർച്ചർ ചെയ്യുന്ന ഡെമോണിക് പവേഴ്സ്, അൺവാണ്ടഡ് സ്പിരിറ്റ്, ഐ കാസ്റ്റ് ഔട്ട് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. വിട്ടുമാറട്ടെ. കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ, കുഞ്ഞുങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ, തലമുറകളിൽ നിന്ന് വിട്ടുമാറട്ടെ, നമ്മുടെ മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ. അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന, അവരെ ടോർമെന്റ് ചെയ്യുന്ന, വീടിനുള്ളിൽ കലഹമുണ്ടാക്കുന്ന, കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കുന്ന, ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കുന്ന, എല്ലാ ഡിസ്റ്റർബ് ചെയ്യുന്ന എല്ലാ അൺവാണ്ടഡ് കൺസേൺസ് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവസമാധാനം, ദൈവ സാന്നിധ്യം, ദൈവസാന്നിധ്യത്തിന്റെ ബോധം, എന്റെ ദൈവം എന്റെ കുടുംബത്തിലുണ്ട്, എന്റെ ദൈവം എന്നോട് കൂടെ ഉണ്ട്, എന്റെ ദൈവം ഹല്ലേലൂയ എന്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഉണ്ട്, എന്റെ ദൈവം എന്റെ ബിസിനസ്സിലുണ്ട്, എന്റെ ദൈവം ഒന്ന് ഉണരട്ടെ, എന്റെ ദൈവം ഒന്ന് ഉണരട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മളുള്ള ക്രിസ്തു ഒന്ന് ഉണരട്ടെ. ഹല്ലേലൂയ. നമ്മളുടെ ക്രിസ്തു ഒന്ന് ഉണരട്ടെ. ഹല്ലേലൂയ. Went to Jesus. അവർ യേശുവിന്റെ അടുത്തേക്ക് പോയി. They said, Guru, you wake up. Why? നമ്മുടെ ഉള്ളിലുള്ള യേശു ഒന്ന് ഉണരട്ടെ, നമ്മളുള്ള ദൈവ സാന്നിധ്യം ഒന്ന് ഉണരട്ടെ. കർത്താവ് യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ പരിശുദ്ധാത്മാവ് നമ്മൾ വ്യാപരിക്കുന്നു. മരിച്ചവൻ ഉയർപ്പിച്ച അതേ ആത്മാവ് നമ്മൾ വ്യാപരിക്കുന്നു, അതേ ശക്തി നമ്മൾ വ്യാപരിക്കുന്നു, അതേ ക്രിസ്തു നമ്മളിലുണ്ട്, ആ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നമ്മളിലുണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നു? പക്ഷെ നമ്മൾ ആ പലപ്പോഴും അത് മറന്നു പോകുന്നു. We forget who we are. Hallelujah. നമ്മൾ ഈ ഉപവാസ പ്രാർത്ഥനയില് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ആ ക്രിസ്തു നമ്മളൊന്ന് ഉയരട്ടെ, ഒന്ന് എഴുന്നേൽക്കട്ടെ.
അവൻ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. ആമേൻ. അവൻ എഴുന്നേൽക്കും. എല്ലാ കാറ്റും കോളും ശാന്തമാകും. എല്ലാ തിരമാല അടങ്ങും. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ യേശു എഴുന്നേൽക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ യേശു എഴുന്നേൽക്കട്ടെ. ഇന്ന് രാത്രി അതങ്ങൾ തുറന്നു പറയാം, എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ യേശു എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യത്തിന്റെ ബോധം നമ്മളിലേക്ക് വ്യാപരിക്കട്ടെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവ സാന്നിധ്യം. നാം ഇന്ന് രാത്രി എന്നിൽ വസിക്കുന്നവൻ ലോകത്തിലോക്കാൻ വലിയവനാണ്. ഹല്ലേലൂയ. എന്നിൽ വസിക്കുന്നവൻ ലോകത്തെ ജയിച്ചവനാണ്. കർത്താവ്, നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. I have overcome the world. Amen. The one who is in you has conquered the world. ഹല്ലേലൂയ. ഒന്ന് ഉയരുവാനിടയാകണം. ആ ക്രിസ്തു ഒന്ന് ഉയരുവാനിടയാകണം. ആ ഉയർപ്പിന്റെ ശക്തി നമ്മുടെ ഉള്ളിലുള്ള ഇന്ന് രാത്രി ആ ക്രിസ്തു നമ്മളെ ഒന്ന് ശക്തിയോടെ വ്യാപരിപ്പാനിടയാകണം. ആ പരിശുദ്ധാത്മാവ് ഒന്ന് വ്യാപരിപ്പാനിടയാകണം. ആ നമ്മൾ കിടക്കുന്ന അകത്ത് കിടക്കുന്ന അഭിഷേകം ശക്തിയോടെ നമ്മുടെ അധരങ്ങളുടെ പുറത്തേക്ക് വരണം. നമ്മൾ അകത്ത് കിടക്കുന്ന പരിശുദ്ധാത്മ ശക്തി അതരങ്ങളിലൂടെ പുറത്തേക്ക് വരുമ്പോൾ, ജീവന്റെ ജലനിധികളെ ഒഴുകുമ്പോൾ, ചുറ്റുപാടുള്ള പരിസ്ഥിതികള്, കൊടുങ്കാറ്റുകൾ, തിരമാലകൾ, പ്രശ്നങ്ങളൊക്കെ ശാന്തമാകാൻ പോകുകയാണ്. Praise the Lord. ഹല്ലേലൂയ. ആദരങ്ങൾ തന്ന ദൈവത്തിന് സ്തുതിച്ചാട്ട് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ. ആമേൻ. എന്നിലുള്ള ക്രിസ്തു, ആമേൻ, ലോകത്തെ ജയിച്ചവനായ ക്രിസ്തു എന്നിൽ വാഴുന്നു. I'm not an ordinary man. I'm not an ordinary man. I'm a chosen man. I'm an anointed man of God. God has anointed me. God has given me the power of the Holy Spirit. God has given me authority in Christ. There is power in the name of Jesus. Hallelujah. നമ്മൾ ആദരങ്ങൾ പ്രാർത്ഥിക്കാം. ചില കൊടുങ്കാറ്റുകൾ ശാന്തമാകും, ചില പ്രശ്നങ്ങൾ അവസാനിക്കും, ചില നിരാശകൾ മാറിപ്പോകും. ഹല്ലേലൂയ. Amen. Praise the Lord. അന്യഭാഷകൾ പറയാൻ കഴിയുന്ന ഒരു അന്യഭാഷ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ നടക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവ്, നിന്റെ വിശ്വാസം എവിടെ? ഡോണ്ട് ഫിയർ. അപ്പോ വേർ ഈസ് യുവർ ഫെയ്ത്ത് എന്ന് ചോദിച്ചപ്പോൾ, ദാറ്റ് മീൻസ് we can loss of faith. I'm not going to be a theological subject now. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുമോ, രക്ഷ നഷ്ടപ്പെടുമോ, അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. But one thing is sure, വിശ്വാസത്തിന് വേരിയേഷൻ ഉണ്ട്. കർത്താവിന് നിന്റെ വലിയ വിശ്വാസം കർത്താവ് അത്ഭുതപ്പെട്ടു. ആമേൻ. ആ മത്തായിയുടെ സുവിശേഷത്തിൽ ശതാധിപന്റെ വിശ്വാസം കണ്ടു. കർത്താവേ, നിന്റെ വീട്ടിലേക്ക് വരാൻ യോഗ്യനല്ല. I'm not worthy. You don't have to come to my house. You just command. That's all. You just say, that will happen. Then Jesus was amazed. അവിടെ എഴുതിക്കാണ്, Jesus was amazed by seeing his faith. Such a big, great faith. അപ്പോൾ തന്നെ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തില് താൻ ജനിച്ച നാട്ടിൽ അവരുടെ അവിശ്വാസം കണ്ടപ്പോൾ കർത്താവ് അതിശയപ്പെട്ടു പോയി. കർത്താവിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. ജോസഫിന്റെ മാനല്ലേ, മറിയുടെ മാനല്ലേ, ഈസ് എ കാർപ്പന്റർ. They underestimated Jesus, and Jesus could not do any miracle there. But here it is written, where is your faith? Another translation is written there, നിങ്ങളുടെ അല്പവിശ്വാസം എവിടെ? So there are variation of faith. Why? Because the saving faith is different, and the faith to act is different. ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കർത്താവിന്റെ കൃപയാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. വിശ്വാസം രക്ഷിക്കപ്പെട്ടു. അത് അനുഗ്രഹത്താലാണ്, ദൈവത്തിന്റെ കൃപയാലാണ്, ദൈവത്തിന്റെ ദാനമാണ്. എല്ലാവരും രക്ഷിക്കപ്പെട്ടു. പക്ഷെ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനുള്ള ഒരു വിശ്വാസത്തിന്റെ അളവുണ്ട്. There is a measure of faith. There is a measure of faith in us. And that faith we have to grow. ആ വിശ്വാസം വളരണം. അതെങ്ങനെ വളരുന്നത്? അതിനാവശ്യമായ വചനം, വെള്ളം, സൂര്യപ്രകാശം, അതിനാവശ്യമായ മണ്ണ്, അതിനാവശ്യമായ ഫെലോഷിപ്പ്, നല്ല കൂട്ടായ്മ, നല്ല വചനങ്ങൾ, വെള്ളമാകുന്ന വചനങ്ങൾ, നല്ല സൂര്യന്റെ പ്രകാശമൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസം വളരാൻ തുടങ്ങും.
ആ വിശ്വാസം വളരട്ടെ. ആ വിശ്വാസം വളരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാനിടയായിത്തീരും, അടയാളങ്ങൾ നടക്കുവാനിടയായിത്തീരും, നമ്മൾ അത്ഭുതമായി തീരുവാനിടയായിത്തീരും. പ്രൈസ് ഗോഡ്. ലെറ്റ് our faith grow. Hallelujah. ആമേൻ. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ വിശ്വാസം, അത്ഭുതത്തിന്റെ വിശ്വാസം വളരുവാനിടയാകട്ടെ. Hallelujah. Praise God. I'm going to conclude this message. അതിന്റെ അവസാന ഘട്ടത്തിൽ യേശു എന്തുകൊണ്ടാണ് യേശു എഴുന്നേറ്റ് ഈ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി? യേശുവോട് പറഞ്ഞു, യേശു റിബ്യൂക്ഡ്. ഈ കൊടുങ്കാറ്റിനെ യേശു ശാസിച്ചു, റിബ്യൂക്ക് ചെയ്തു. അപ്പൊ അതിന്റെ അർത്ഥം യേശു അതിനെ ശാസിച്ചെങ്കിൽ അതിന്റെ അർത്ഥം ഈ കൊടുങ്കാറ്റിന്റെ പിന്നിൽ ദൈവമല്ല. ദൈവമാണെങ്കിൽ ഒരിക്കലും ശാസിക്കത്തില്ല. അപ്പൊ ദൈവം അല്ലാത്ത വേറൊരു ശക്തി, ഒരു അദൃശ്യമായ ശക്തി യേശുവിന്റെ മിഷനെ തകർക്കാനായി, യേശുവിന്റെ യാത്രയെ തകർക്കാനായി, യേശു മുന്നോട്ട് പോകുന്ന ഈ ദൗത്യത്തെ തകർക്കാനായി മനസ്സിലാക്കിയ പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന് ഈ കടലിൽ മുക്കുവാനുള്ള പ്ലാൻ ഇടുക. അവർക്ക് അറിയത്തില്ല ഈ കൊടുങ്കാറ്റൊന്നും യേശുവിനെ മുക്കാൻ കഴിയത്തില്ല. But there is a power behind it. ആ പവറിനെ തിരിച്ചറിഞ്ഞ് യേശു അതിനെ ശാസിച്ചു. അപ്പൊ അതേ സമയത്ത് നമ്മൾ യോനയുടെ പുസ്തകത്തിൽ വായിക്കുന്നത് അവിടെ ദൈവം ഒരു കാറ്റ് ഉണ്ടാക്കി. God created a wind. Amazing. God created wind, strong. എന്തിനാ? ചില മാനസാന്തരപ്പെടാത്ത പുള്ളികളെ മടക്കി കൊണ്ടുവരണമെങ്കിൽ, യഥാസ്ഥാനപ്പെടുത്തണമെങ്കിൽ, അവരെ റിസ്റ്റോർ ചെയ്യണമെങ്കിൽ ദൈവത്തിന് ചില കൊടുങ്കാറ്റുകൾ അയക്കും. അപ്പൊ മനസ്സിലാക്കണം, കൊടുങ്കാറ്റുകളെ തിരിച്ചറിയണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ തിരിച്ചറിയണം, ഡിസേൺ ചെയ്യണം. നമ്മൾ എല്ലാത്തിനും കയറി ശാസിക്കരുത്. ചിലതിനെ ശാസിക്കരുത്. ചിലതിന് വേണ്ടി നമ്മൾ സമർപ്പണം ചെയ്യണം. ചിലതിനെ ശാസിക്കണം. ചില കൊടുങ്കാറ്റുകൾ മുന്നിൽ നമ്മൾ സറണ്ടർ ചെയ്യണം. കർത്താവേ, I am sorry, I have done wrong, I have gone astray, Lord, ഞാൻ നിന്റെ വഴി വിട്ടു പോയി, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ആ കൊടുങ്കാറ്റ് ശാന്തമാകും. Praise the Lord. എന്നാൽ ചില കൊടുങ്കാറ്റിൽ നമ്മൾ ശാസിക്കണം, അധികാരത്തോടെ ശാസിക്കണം, യേശുവിന്റെ നാമത്തിൽ ശാസിക്കണം. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെ തിരിച്ചറിയണം, കാറ്റുകളെ തിരിച്ചറിയണം. ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് വിൻഡ്സ്. ഇത് ദൈവം അയച്ചതാണോ, ഇത് പിശാച് അയച്ചതാണോ? ഇതാണ് ഏറ്റവും വലിയ കൺഫ്യൂഷൻ ആളുകൾക്ക്. എല്ലാത്തിനും കയറി നമ്മൾ ശാസിക്കരുത്. നമ്മൾ ഡിസൈൻ ചെയ്യണം. കർത്താവേ, ഈ കൊടുങ്കാറ്റ് എന്റെ ജീവിതത്തിൽ വരാനുള്ള കാരണം എന്താ? എനിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ കർത്താവേ? ഞാൻ നിന്റെ വഴി വിട്ടു പോയോ? ഞാൻ നിന്റെ സ്നേഹത്തിന് വെളിയിപ്പോയോ കർത്താവേ? ഞാൻ നിന്റെ ആദ്യ കൽപ്പന വിട്ടുപോയോ? അല്ല കർത്താവേ, ഞാൻ എന്റെ കമ്മിറ്റ്മെന്റിൽ നിന്ന് പിന്മാറിപ്പോയോ? എവിടെയെങ്കിലും. അപ്പൊ നമ്മുടെ ആത്മാവ്, ദൈവം നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മ പറയും, യെസ് 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 യെസ്, സോ വി ആർ ഗോൺ റോങ്, കം ബാക്ക്, റെസ്റ്റോർ. അപ്പൊ നിന്നെ മടക്കി കൊണ്ടുവരുവാനായി ദൗത്യത്തിൽ ജോനയെ മടക്കി കൊണ്ടുവരുവാനുള്ള കാറ്റായിരുന്നു. അവനെ ഏൽപ്പിച്ച മിഷനിലേക്ക് കൊണ്ടുവരാൻ, ദൗത്യത്തിലേക്ക് കൊണ്ടുവരാൻ, അവന്റെ കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടുവരാൻ ആ കാറ്റ് അയച്ചു. അവൻ സമർപ്പിച്ചപ്പോൾ ആ കാറ്റ് ശാന്തമായി. നമ്മൾ എന്നെ അങ്ങ് ഇറങ്ങിയേക്കാൻ പറഞ്ഞു, കാറ്റ് ശാന്തമായി. ഒരു കുഴപ്പമില്ല. But there are winds to bring you back, to restore you. If you are moving away from the Lord, if you are moving from the will of God, if you are moving in a wrong direction, the God will create some storm to restore you back. Hallelujah. പക്ഷെ ഇവിടെയുള്ള കാറ്റ് അതല്ല. ഇവിടെയുള്ള കാറ്റ് പൈശാചികമായ ശക്തിയുടെ കാറ്റാണ്. എന്താണ് കാരണം? അക്കരെ ഒരുവൻ നിൽക്കുന്നുണ്ട്. ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങി ചെല്ലുന്ന ഒരു വലിയ മിഷന് വേണ്ടിയാണ്. പക്ഷെ ശിഷ്യന്മാർക്ക് ഇതൊന്നും മനസ്സിലാകത്തില്ല. അതാ പറഞ്ഞത്, അവർക്ക് ഒരു ഐഡിയ ഇല്ല. അവർക്ക് ഈ കാറ്റ് എന്നാ അക്കരയ്ക്ക് പോകുന്ന പോവാം, എന്തിനാ അക്കരയ്ക്ക് പോകുന്ന അവർക്ക് അറിയത്തില്ല. Many Christians are like that. Many are living without any knowledge of Great Commission. Why we are saved? Why we got Holy Spirit? They do not know. I'm sorry to say, many people are living without any purpose in their life. എങ്ങോട്ട് അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞപ്പോ എങ്ങോട്ട് പോകാനാ, എന്തിനാ പോകുന്ന അറിയത്തില്ല. ശിഷ്യന്മാർക്ക് അത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ കർത്താവിന് ഐഡിയ ഉണ്ടായിരുന്നു. അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അക്കരെ നിൽക്കുന്ന, ആമേൻ, ഭൂതബാധിതനായ ഒരു വ്യക്തി, നിരാശയിൽ കഴിയുന്നവൻ, തന്റെ കുടുംബത്തെ നഷ്ടപ്പെട്ട്, തന്റെ മക്കളെ നഷ്ടപ്പെട്ട്, ഇനി തന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട്, ആരുമില്ലാതെ ആമേൻ ഖബർസ്ഥാനിൽ, ആ ഗ്രേവ് യാർഡിൽ അലഞ്ഞു നടക്കുകയാണ് ഒരുത്തൻ. 6000 ഭൂതങ്ങൾ അവന് വസിക്കുകയാണ്. 6000 ഭൂതങ്ങൾ ഒരു വ്യക്തിയിൽ.
ഞാൻ ആലോചിച്ച് നോക്കി, 6000 ഭൂതങ്ങൾ ഒരു വ്യക്തിയിൽ എത്ര വലിയ യൂണിറ്റിയാണ്. I wonder sometimes 6,000 demonic powers were living in one person. നമുക്ക് 2 പേർക്ക് കുടുംബത്തിൽ കഴിയും വലിയ പ്രയാസം. ഭാര്യയും ഭർത്താവാണെങ്കിൽ അവർക്ക് യൂണിറ്റി ഇല്ല, 2 പാർട്ട്നേഴ്സ് തമ്മിൽ യൂണിറ്റി ഇല്ല, വെരി ഡിഫിക്കൽട്ട്. ബട്ട് ഡെമോണിക് പവേഴ്സ് they adjust each other, compromise each other for their purpose. 6000 പേര് അവന്റെ ഉള്ളിൽ വസിക്കുകയാണ്. അവന്റെ കുടുംബം നഷ്ടപ്പെട്ടു, അവന്റെ ബന്ധുക്കാരെ അവൻ നഷ്ടപ്പെട്ടു, അവന്റെ ശരീരത്തെ കല്ലുകൊണ്ട് കീറി മുറിക്കുകയാണ്. ആരുമില്ലാതെ തള്ളപ്പെട്ടവനായി, അൺക്ലീൻ പേഴ്സൺ. അവന് ജെൻഡയിലായിരുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കുന്നു, മൈ ലോർഡ്, വാട്ട് എ ഗ്രേറ്റ് ലവ് യു ഹാവ് ഫോർ പേഴ്സൺസ്. ഈ കൊടുങ്കാറ്റുകളുടെ ഇടയിലും ഈ തിരുവാളുടെ ഇടയിലും ഒക്കെ നീ സംഘർഷം ചെയ്ത് യാത്ര എന്തിനു വേണ്ടിയാണോ? ഒരു വ്യക്തിക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ. നമ്മെ തേടി വന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഓർക്കണം. നമ്മെ നേടുവാനായി, നമ്മെ വീണ്ടെടുക്കുവാനായി സകല ദുഃഖങ്ങളും സഹിച്ച്, സകല വേദനകളും സഹിച്ച്, സ്വർഗത്തിലെ എല്ലാ നന്മകളെയും നഷ്ടപ്പെടുത്തി സിംഹാസനത്തെ താഴ്വെച്ച്, അധികാരത്തെ താഴ്വെച്ച്, ദൈവതുല്യമായ പദവിയെ താഴ്വെച്ച്, ക്രൂശിനെ സ്നേഹിച്ച്, ക്രൂശിൽ നമുക്ക് മരിച്ച യേശുവിനെ ഓർക്കണം. ആ സ്നേഹത്തെ ഓർക്കണം. കർത്താവേ, അയോഗ്യനായ എന്നെ, ആർക്കും വേണ്ടാത്ത എന്നെ, റിജക്റ്റഡായ എന്നെ, ലോകത്തിന് വേണ്ടാത്ത എന്നെ തേടി നീ വന്നല്ലോ, നീ എന്നെ രക്ഷിച്ചല്ലോ, നീ എന്നെ സ്നേഹിച്ചല്ലോ കർത്താവേ, എനിക്ക് വേണ്ടി വന്നല്ലോ. ആ സ്നേഹത്തെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ. ആ ഒരു വ്യക്തിക്ക് വേണ്ടി, അൺക്ലീനായ ഡെമോണിക് പ്രോസസ്സായ, ആർക്കും വേണ്ടാത്ത, ഗ്രേവ് യാർഡിൽ മരണത്തിന് തുല്യമായി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി കർത്താവ് യാത്ര ചെയ്യുകയാണ്. That is mission. That is mission. That is mission. That's a missionary work. Hallelujah. നമുക്ക് എല്ലാവരെയും കർത്താവ് എല്ലാവരെയും സ്നേഹിച്ചു. because he created every person. അവന് ഒരു ജാതിയുമില്ല. രാജസ്ഥാനിൽ ഒത്തിരി ജാതികളുണ്ട്. there are 273 ജാതികൾ. അതിൽ 75 ജാതികൾ ഇവരെ സുവിശേഷം കേട്ടിട്ടില്ല. അൺക്ലീനായ ഒത്തിരി ആളുകളുണ്ട്. ഒരു കുടുംബത്തിൽ തന്നെ 5 സഹോദരന്മാർക്ക് ഒരു ഭാര്യ. ഇന്ന് അങ്ങനെ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അങ്ങനെയെല്ലാം പാപത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുമോ? അവർക്ക് വേണ്ടി നമുക്ക് സാക്രിഫൈസ് ചെയ്യാൻ കഴിയുമോ? നമുക്ക് അവർക്ക് വേണ്ടി കടന്നു പോകാൻ കഴിയുമോ? കർത്താവ് കടന്നുപോയതുപോലെ കടൽ താണ്ടി, തിരമാലകളെ താണ്ടി, ആമേൻ, കൊടുങ്കാറ്റുകളെ താണ്ടി, ആ കൊടുങ്കാറ്റിലൂടെ കർത്താവ് ആ വ്യക്തിയെ കണ്ടു, ആ തിരമാലകൾ കർത്താവ് കണ്ടു. ആമേൻ. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളും തിരുമാല ആഞ്ഞടിക്കും. പക്ഷെ അതിനുള്ളിലൂടെ ആത്മാക്കളെ കാണണം, വിടുവിക്കപ്പെടാൻ പോകുന്ന ആ വ്യക്തികളെ കാണണം. ഒരു അത്ഭുതം കർത്താവ് ചെയ്യും. അക്കരെ ചെല്ലുമ്പോൾ ഒരു അത്ഭുതമുണ്ട്. ഈ യാത്രയ്ക്ക് ശേഷം ഒരു വലിയ വിടുതലുണ്ട്. ഹല്ലേലൂയ. യേശു ആ കൊടുങ്കാറ്റിനെ ശാസിക്കാൻ കാരണം എന്താണെന്നോ? ഈ വ്യക്തിയിലുള്ള 6000 ഭൂതങ്ങൾ ഒന്നിച്ച് അവർക്ക് മനസ്സിലായി, somebody is coming to deliver this man, somebody is coming to heal this man. We are no longer, നമുക്ക് ഇനി ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. അപ്പോൾ പൈശാചിക ശക്തികൾ ഒന്നിച്ച് ഈ കൊടുങ്കാറ്റായി, തിരമാലകളായി ആ കടൽ ആഞ്ഞടിക്കാനിടയായി. യേശു എഴുന്നേറ്റു, ശാസിച്ചു. He rebuked and it became calm. Hallelujah. ഇന്ന് രാത്രി നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മൾ കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകുമ്പോൾ, വിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, ആമേൻ, ആത്മീയമായി മുന്നോട്ട് പോകുമ്പോൾ, നമ്മെ അക്കരെ എത്തിക്കാതെ, ആ ദൗത്യത്തിലേക്ക് എത്തിക്കാതെ, നമ്മുടെ വർക്കിനെ തടസ്സപ്പെടുത്തുന്ന, നമ്മുടെ ലക്ഷ്യത്തെ തടസ്സപ്പെടുത്തുന്ന കൊടുങ്കാറ്റുകൾ ആഞ്ഞടിക്കുമ്പോൾ അത് കണ്ട് ഭയപ്പെടാതെ യേശുവിന്റെ നാമത്തിൽ ആ കൊടുങ്കാറ്റുകൾ ഇന്ന് രാത്രി ശാസിക്കുക. rebuke. There is evil powers behind it. Hallelujah. ഈ കൊടുങ്കാറ്റുകൾക്ക് പിന്നിൽ ആമേൻ, ആമേൻ, നമ്മൾ പ്രത്യക്ഷമായി കാണുന്ന കാറ്റുകളല്ല, അതിന്റെ പുറകിൽ അദൃശ്യമായ ചില ശക്തികള്, ചില പാരമ്പര്യ ശക്തികള്, ചില ദുഷ്ടാത്മാവുടെ ശക്തികള് നമ്മെ തകർക്കുവാൻ, നിരാശപ്പെടുത്തുവാൻ, നമ്മെ മുന്നോട്ട് പോകാൻ ഇടയാക്കാതെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക കാറ്റുകൾ നമുക്കെതിരെ വീശുമ്പോൾ ഭയപ്പെടാതെ അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശാസിക്കുക. അധികാരത്തോടെ, അതരത്തിലൂടെ ദൈവശക്തി ആഭരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ശാസിക്കുക. കർത്താവേ, എന്റെ കുടുംബത്തിനെതിരെ, എന്റെ ജീവിതത്തിനെതിരെ എന്നെ തകർക്കുവാൻ നോക്കുന്ന, എന്നെ ഇല്ലാതാക്കാൻ നോക്കുന്ന, എന്നെ മുക്കുവാൻ നോക്കുന്ന, എന്റെ ലക്ഷ്യത്തെ പിന്തിരിപ്പിക്കാൻ നോക്കുന്ന ഈ കാറ്റ് യേശുവിന്റെ നാമത്തിൽ ശാന്തമാകട്ടെ. ഈ കൊടുങ്കാറ്റ് ശാന്തമാകട്ടെ. ഈ തിരമാല അടങ്ങട്ടെ എന്ന് കൽപ്പിക്കുമ്പോൾ ആ ഒരു ശാന്തത ജീവിതത്തിൽ വരുവാനിടയായി തീരും. അധികാരത്തോടെ, ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച അധികാരത്തോടെ
ചില കാറ്റുകളെ ശാസിക്കുക, ചില തിരമാലകളെ അടക്കുക. ഹല്ലേലൂയ. Amen. Hallelujah. I think the time is over. I think നമുക്ക് പ്രാർത്ഥിക്കാം. 8 മണി വരെയല്ലേ? You can go ahead. You can continue. Another 10 more minutes you can take. Yeah. ഈ കൊടുങ്കാറ്റുകളെ ശാന്തമാകാനിടയാകട്ടെ. ഇന്ന് രാത്രി ചില മിനിറ്റുകൾ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ അധരങ്ങൾ തുറന്ന് നമുക്ക് ചില മിനിറ്റുകൾ പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിനെതിരായിട്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ ഇറങ്ങുമ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഗ്രാമത്തിലായിരുന്നപ്പോൾ ഒരു പെൺകുട്ടി ദുഷ്ടാത്മാവ് നിറഞ്ഞ, അവളെ ദുഷ്ടാത്മാവ് ചെയ്യുന്ന അവളുടെ ആ ദുഷ്ടാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ എന്തോ ഒരു ശക്തിയാ വ്യാപരിക്കുന്നത്. പരിശുദ്ധാത്മ ഒരു വ്യക്തിയിൽ വരുമ്പോൾ എത്ര ശക്തി വ്യാപരിക്കുന്നു. അതിനേക്കാൾ ചില ആൾക്കാർ ദുഷ്ടാത്മാവ് അവർക്ക് കൊടുക്കുന്ന ശക്തി. ആ പെൺകുട്ടിയെ 2 പേര് പിടിച്ചു വെക്കാം. കാരണം എന്താണ്? ആ കുടുംബത്തില് 7 പുരുഷന്മാർ മരിച്ചു. അവരുടെ കഥ എങ്ങനെയാണ്? ഞങ്ങൾ ആ ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ അതിന്റെ അമ്മയും അതിന്റെ വെല്ലുമിച്ചിയും ആ കൊച്ചുവാട് വന്നു. പെൺകുട്ടി ഒരു 10-17 വയസ്സുണ്ടാകും. മീറ്റിംഗിലിരുന്നു. വളരെ ശാന്തമായ മീറ്റിംഗ് ആണ്. ആരാധിച്ചു. വചനം പറയാൻ തുടങ്ങിയപ്പോൾ, യേശുവിനെ പറയാൻ തുടങ്ങിയപ്പോൾ പിശാച് ഇളകി. അപ്പോൾ വലിയൊരു മന്ത്രവാദി ആ കുടുംബത്തെ മൊത്തം നശിപ്പിച്ചു. ആ കുടുംബത്തിലുള്ള എല്ലാ ചെറുപ്പക്കാരും ഭർത്താക്കന്മാരെല്ലാം 7 പേര് മരിച്ചു. 1 by 1 by 7 വിധവമാർ ആ കുടുംബത്തിലുണ്ട്. അവസാനം അവര് പണ്ട് മന്ത്രവാദങ്ങളൊക്കെ വിശ്വസിച്ച് വരാം, പല കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് വരാം. എന്നാൽ അവരുടെ ചില ബന്ധുക്കാര് ഞങ്ങളുടെ ഗ്രാമത്തിലെ സഭയിൽ രക്ഷിക്കപ്പെട്ടു, വിശ്വാസത്തിൽ വന്നു, സ്നാനപ്പെട്ടു, കൂട്ടായ്മയിൽ വരുന്നുണ്ട്. അവർ ഇവരോട് സുവിശേഷം പറഞ്ഞു. അങ്ങനെ അവര് ഞങ്ങൾ നടത്തിയ മീറ്റിംഗിൽ കടന്നു വന്നു. വളരെ ശക്തമായ അതിലുള്ള പൈശാചിക ശക്തി ആ പെൺകുട്ടിയെ വലിച്ച് നമുക്ക് സഹിക്കാൻ കഴിയത്തില്ല. ആ ശക്തി വലിച്ച് ഡോറിലൂടെ പുറത്തേക്ക്, നമ്മള് വചനം പറയുമ്പോഴത്തേനും പുറത്തേക്ക് ഓടിപ്പോ. 2 വലിയ ആൾ, 2 ചെറുപ്പക്കാർ 2 പേര് കൂടിയിട്ടാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. അവസാനം ചില മണിക്കൂറ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അതിന്റെ വെല്ലുമിച്ച് അവരിലും ഒരു വലിയ മന്ത്രവാദിയുടെ ശക്തിയുണ്ട്. അവർക്ക് ഇത്ര വിശ്വാസമില്ല. അവർ വെറുതെ മീറ്റിംഗ് വന്നു. ഈ കുട്ടിക്ക് വിശ്വാസം, യേശുവിനൊക്കെയുള്ള വിശ്വാസം, താല്പര്യമുണ്ട്. അവസാനം ഈ വെല്ലുമിച്ചുള്ള ശക്തി, ആ മന്ത്രവാദിയുടെ ശക്തി എല്ലാം ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ആത്മാവിൽ ആരാധിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ അവസാനം അവർ പറഞ്ഞു, യേശു ഞങ്ങളെ ബന്ധിച്ചു, കീഴടങ്ങി. അവസാനം അവർ സറണ്ടറായി. ആ കുടുംബത്തിലേക്ക് വലിയൊരു വിടുതൽ വ്യാപരിപ്പാനിടയായി. അവർ രക്ഷിക്കപ്പെടാനിടയായി. ആ കുടുംബത്തിൽ സമാധാനം വ്യാപരിപ്പാനിടയായി. അപ്പൊ അനേക പിശാചിനാൽ ബന്ധിക്കപ്പെട്ട വ്യക്തികൾ അക്കരയുണ്ട്. നമ്മൾ അക്കരയ്ക്ക് പോകണം. ഇതുവരെയും പോകാത്ത സൈഡിലേക്ക് നമ്മൾ പോകണം. We may be safe this side, but other side God wants to go. ദൈവം ഇന്ന് രാത്രി നമ്മൾ ചിലരോട് അതർ സൈഡിലേക്ക് പോകാനാ പറയുന്നത്. Go to other side of your life, other side of your life. ഇപ്പോ ഒരു സാധാരണ ജീവിതമായിരിക്കും. എന്നാൽ അതിനപ്പുറമായ ഒരു മണ്ഡലത്തിലേക്ക് ദൈവാത്മാവ് നമ്മളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കാം. ഇന്നുവരെയും പോകാത്ത ചില മേഖലകളിലേക്ക്, ഇന്നുവരെയും സഞ്ചരിക്കാത്ത മേഖലകളിലേക്ക്, ഇന്നുവരെയും സഞ്ചരിക്കാത്ത ചില സ്ഥലങ്ങളിലേക്ക് കാലുവെക്കാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. അവിടെ യേശു കാലുവെച്ചപ്പോൾ ദുഷ്ടാത്മാവ് വെളിപ്പെടാനിടയായി. ആ വ്യക്തിക്ക് സൗഖ്യമുണ്ടായി. നമ്മൾ ഇന്നുവരെയും കാണാത്ത ചില അത്ഭുതങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ്. Are you willing to travel? കർത്താവിനോട് പറയൂ, കർത്താവേ, I'm safe here, I'm okay, I don't want to go to other side. എനിക്ക് കൊടുങ്കാറ്റും തിരമാലകളും പേടിയാണ്, വയ്യ, ഞാൻ സേഫ്, ഇനി എനിക്ക് വയ്യ, ഞാൻ ഒത്തിരി പ്രായമായി, എനിക്ക് വയ്യ. നോ 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 നോ. ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നു. There are people to be delivered. There are greater work to be done. There are still land empty. ഇനിയും സുവിശേഷത്താത്ത സ്ഥലങ്ങളുണ്ട്. ഇനിയും വിടുവിക്കപ്പെടാൻ വ്യക്തികളുണ്ട്. ആരൊക്കെയോ നമ്മെ കാത്തിരിക്കുന്നു. ആരൊക്കെയോ നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്.
ഒന്ന് സുവിശേഷം പറയാൻ, ഒന്ന് യേശുവിനെ കുറിച്ച് പറയുവാൻ അനേക ഗ്രാമങ്ങൾ, അനേക വ്യക്തികൾ, അനേക സുവിശേഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. Are you willing to travel with Jesus? ചിലപ്പോൾ കൊടുങ്കാറ്റുകൾ വരാം, തിരമാലകൾ വരാം, അതെല്ലാം അടക്കി കടന്നു പോകണം. Yes, Lord, I am willing to move with you tonight. നമ്മുടെ കണ്ണുകൾ അടക്കി ഇന്ന് രാത്രി പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിന്റെ മറ്റൊരു മണ്ഡലത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമേ. എത്ര പേർ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ മണ്ഡലത്തിലേക്ക് എന്നെ കൊണ്ടുപോകണമേ. ഞാൻ ഇതുവരെയും ചിന്തിക്കാത്തതും ചെയ്യാത്തതും കേൾക്കാത്തതുമായ ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നീയും ഉണ്ട്. There is other side of my life which nobody has seen, which nobody knows. But God, take me to the other side of my life. ഹലോ, ഞാനൊരു സാധാരണക്കാരനായി അല്ലെങ്കിൽ ഒരു വ്യക്തിയായി ഇവിടെ അവസാനിക്കാനല്ല. ചില അസാധാരണമായ പ്രവൃത്തികൾ നമ്മളോട് വെളിപ്പെടുവാൻ, അസാധാരണമായ ചില ശുശ്രൂഷകൾ വെളിപ്പെടുവാൻ, അസാധാരണമായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. ഇന്ന് രാത്രി നമ്മൾ സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവ് ഒരു വ്യക്തിക്ക് വേണ്ടി യാത്ര തിരിച്ചു. ഒരു വ്യക്തിയെ സ്നേഹിച്ച് കർത്താവ് യാത്ര തിരിച്ചു. ഒരു വ്യക്തിയോട് സുവിശേഷം പറയുവാൻ. Are you ready to take risk? ഒരു വ്യക്തിയുടെ വിടുതലിന് വേണ്ടി are you willing to go other side? ഒരു വ്യക്തിയെ വിടുവിക്കാനായി, ഒരു വ്യക്തിയോട് സുവിശേഷം പങ്കിടാനായി നമ്മുടെ ജീവിതത്തെ മറ്റൊരു സൈഡിലേക്ക് നമുക്ക് പോയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആ ഒരു അതർ സൈഡ് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മാവോട് സംസാരിക്കട്ടെ, ശക്തമായി നമ്മെ സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. നമ്മുടെ കണ്ണുകളെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടന്നു പോകാം. ഹല്ലേലൂയ. അൺഎക്സ്പെക്റ്റഡ് ആയ ചില തിരമാലകൾ, ചില കൊടുങ്കാറ്റ് ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ ഭയപ്പെടരുത്. ദൈവത്തിന്റെ വാക്യത്തെ ഓർക്കണം, ദൈവത്തിന്റെ വചനത്തെ ഓർക്കണം. അതിനെ മുറുകെ പിടിക്കുക. ദൈവ സാന്നിധ്യത്തെ മുറുകെ പിടിക്കുക. അത് അധരങ്ങളിലൂടെ വിളിച്ചു പറയണം. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അവന്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അവൻ എഴുന്നേൽക്കട്ടെ. എന്നിൽ വസിക്കുന്ന കർത്താവ് ഒന്നും എഴുന്നേൽക്കട്ടെ. എന്നിൽ വസിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഒന്ന് വെളിപ്പെടട്ടെ. എന്നിലുള്ള പ്രാർത്ഥന ഒന്ന് വെളിപ്പെടട്ടെ. എന്നിലുള്ള ആരാധന ഒന്ന് വെളിപ്പെടട്ടെ. എന്നിലുള്ള ക്രിസ്തുവിന്റെ മഹത്വം ഒന്ന് വെളിപ്പെടട്ടെ. എന്നിൽ ഒരു വലിയ ശക്തിയുണ്ട്, ഒരു വലിയ അഭിഷേകമുണ്ട്. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്തത് ചെയ്യും, എന്നാൽ അതിലും അപ്പുറം ചെയ്യും. ബിക്കോസ് ഐ എം ഗോയിങ് ടു ദ ഫാദർ. ഞാൻ ചെയ്തത് എന്തായാലും അവൻ ചെയ്യും, അതിനപ്പുറമായി he will do more than that. അപ്പോ നമ്മളിൽ ഒരു ശക്തിയുണ്ട്. നമ്മളുടെ ക്രിസ്തു, ലോകത്തെ ജയിച്ചവനായ ക്രിസ്തു നമ്മളിങ്ങനെ കിടക്കുകയാണ്. ഒന്ന് എഴുന്നേൽക്കട്ടെ. ഇന്ന് രാത്രി ഒന്ന് സടകുഴിഞ്ഞ് എഴുന്നേൽക്കട്ടെ. ഒരു സിംഹത്തെ പോലെ, അലറുന്ന സിംഹത്തെ പോലെ. പുറത്ത് പിശാചാണെങ്കിലും യഥാർത്ഥ യഹൂദ ഗോത്രത്തിന്റെ സിംഹം യേശുവാണ്. പിശാച് അലർന്നു സിംഹത്തെ പോലെയാണ്. He is acting like a lion, but the real lion is inside us. Amen. നമ്മളിലാണ് ശക്തി, നമ്മളിലാണ് അഭിഷേകം. യഥാർത്ഥ ക്രിസ്തു എന്നിൽ വസിക്കുന്നു, അവന്റെ മഹത്വം എന്നിൽ വസിക്കുന്നു. എന്റെ അധരങ്ങളിലൂടെയാണ് അത്ഭുതങ്ങൾ നടക്കാൻ പോകുന്നത്. എന്റെ കരങ്ങളുടെ അത്ഭുതങ്ങൾ നടക്കും. ഓ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കർത്താവേ, നീ ഒന്ന് എഴുന്നേൽക്കണമേ. എന്നിലൊന്ന് കർത്താവേ, പൂർണ്ണമായി ഒന്ന് കാണട്ടെ. കർത്താവ് നിന്റെ മഹത്വം ഒന്ന് കാണട്ടെ എന്നിൽ. പരിശുദ്ധനായ പിതാവേ, ഇന്ന് രാത്രി സമയം ഈ കൂട്ടായ്മയ്ക്കായി സ്തോത്രം കർത്താവേ. എന്റെ ദാസിമാർക്കായി കുഞ്ഞുങ്ങൾക്കായി ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവെ അങ്ങേ സ്തുതിക്കുന്നു. അപ്പാ, നിന്റെ ആലോചന പങ്കിടുവാൻ എന്നെ സഹായിച്ചതിനായി സ്തോത്രം കർത്താവെ. നിന്റെ സാന്നിധ്യം നിന്റെ മക്കൾ മേൽ ആഭരിക്കണമേ. നിന്റെ മക്കളുടെ കുടുംബങ്ങളിൽ വ്യാപരിക്കണമേ. ഇന്ന് രാത്രി ആരെങ്കിലും വേദനകൾ കടന്നു പോകുന്നെങ്കിൽ
രോഗത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, അത്ഭുത സൗഖ്യം നടക്കട്ടെ, അത്ഭുതമായ വിടുതൽ നടക്കട്ടെ, പരിശുദ്ധാത്മ ചിലരിലേക്ക് വ്യാപരിക്കട്ടെ, ചിലരുള്ള പരിശുദ്ധ ശക്തി, അകത്തുള്ള ശക്തി പുറത്തേക്ക് വെളിപ്പെട്ടു വരട്ടെ. ആമേൻ, ആമേൻ. ചില കൊടുങ്കാറ്റുകൾ ശാന്തമാകട്ടെ, ചില തിരമാല അടങ്ങട്ടെ, ചില യാത്രകൾ മുന്നോട്ട് പോകട്ടെ, ചില ബിസിനസ്സുകൾ മുന്നോട്ട് പോകട്ടെ, ചില ബിസിനസ്സിനെതിരെ വരുന്ന കൊടുങ്കാറ്റുകൾ ശാന്തമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. Praise the Lord. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. Amen. 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 Thank you, Pastor. Thank you, Praise the Lord. Pastor. Oh, Thank you, Jesus. Pastor. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ലൈഫ് ഫെലോഷിപ്പിന്റെ ഈ പ്രെയർ ഗ്രൂപ്പിന്റെ എല്ലാ നന്ദിയും ഞങ്ങൾ ഈ സമയത്ത് അർപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കർത്താവിന്റെ ദാസനിലൂടെ കേൾപ്പാനായിട്ട് ഇടയായി തീർന്നു. ജീവൻ ജ്യോതി മിനിസ്ട്രീസിനെയും പ്രിയ പാസ്റ്ററെയും കുടുംബത്തെയും സർവശക്തനായ ദൈവം അനേകരുടെ വിടുതലിന് വേണ്ടി, പ്രത്യേകിച്ച് രാജസ്ഥാന്റെ നോർത്ത് ഇന്ത്യയുടെ റിവൈവലിന് വേണ്ടി, ജീവന്റെ ഉടയവനായ സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തുവിനെ അനേകർ കണ്ടുമുട്ടുവാൻ, നിത്യതയ്ക്ക് കൂട്ടവകാശികളായി തീരുവാനായി സർവശക്തനായ ദൈവം പ്രിയപ്പെട്ടവരുടെ പ്രവർത്തനത്തെ അധികമായിട്ടെടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ലൈഫ് ഫെലോഷിപ്പിന്റെ നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. പ്രിയ കോശി ബ്രദർ പ്രാർത്ഥിച്ച്